ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് ചിക്കൻ ചീസി കോണിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണിത്. വളരെയധികം ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്ത് പൊടിച്ചെടുക്കണം. അതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാബേജ് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വറ്റൽമുളക് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മയോണൈസ് ഒഴിച്ചു കൊടുക്കാം. മയോണൈസ് ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂണ് കൊണ്ടോ കൈ കൊണ്ടോ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇവിടെ പാകത്തിന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മളിത് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ റെഡി ടു കുക്കിൻ്റെ പൂരിയുടെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇനി മാവ് കുഴച്ചും പരത്തി ഒന്നും കഷ്ടപ്പെടുകയും വേണ്ട. അതുപോലെ തന്നെ മൈദാ മാവും ഉപയോഗിക്കേണ്ട. ഇതേപോലെ റെഡി ടു കുക്കിൻ്റെ പൂരി പാക്കറ്റ് വാങ്ങിച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതേപോലെ തന്നെ ഞാൻ സമൂസ തയ്യാറാക്കുന്ന ഒരു വീഡിയോയും കൂടെ ഇതിന് മുന്നേ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇനി നമുക്കിത് ഇതിൻ്റെ നടുക്കുവശം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ ഇതേപോലെ ഒരുപാട് റെസിപ്പീസ് തയ്യാറാക്കേണ്ട കാണും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഈസി ആയിട്ടുള്ള മെത്തേഡൊക്കെ ഒന്ന് ഫോളോ ചെയ്യുവാണെങ്കിൽ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പൂരിയുടെ ഒരു പീസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഈ വെള്ളമാണ് ഇതിൻ്റെ ഒരു സൈഡിലോട്ട് തേച്ച് കൊടുക്കുന്നത്. മൈദാമാവൊന്നും വേണ്ട, വെള്ളം കൊണ്ട് തന്നെ ഇത് ഒട്ടി പിടിച്ചോളും. ഈ 2 സൈഡും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു കോൺ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇത് കണ്ടില്ലേ? ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. നമ്മൾ 1 ടീസ്പൂൺ അളവിൽ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മോൾ വശത്തേക്ക് വെള്ളം ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഒട്ടിച്ച ആ ഭാഗം സെൻറ്ററിലേക്ക് മടക്കുക. അതിനുശേഷം 2 സൈഡും വീണ്ടും മടക്കി കൊടുക്കുക. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വെള്ളം തേച്ച് കൊടുത്തിട്ട് ഈ ഒരു സൈഡും കൂടെ മടക്കി കൊടുത്താൽ മതിയാകും. അതവിടെ ഒട്ടിയിരുന്നോളും. ഇപ്പം നല്ല കോൺ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുത്താൽ മതി. അതവിടെ ഇരുന്ന് ഒട്ടിപ്പിടിച്ചോളും. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ തയ്യാറാക്കുന്ന കണ്ടു നോക്കാം. ഇതേപോലെ വെള്ളം ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം 2 സൈഡും ഇതുപോലെ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ കോൺ ഷേപ്പിൽ കിട്ടും. പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കും വെള്ളം കൊണ്ട് നമ്മൾ ഒട്ടിച്ചെടുത്താലും. ഒരു കോൺ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരുപാട് മുകളിലേക്ക് ഫില്ലിങ് വരാതെ താഴെ നിൽക്കുന്ന രീതിയിൽ ഫില്ലിങ് വെച്ച് കൊടുക്കണേ. ഇനി നമ്മൾ ഇതിൻ്റെ മുകൾ വശത്തും ഇതേപോലെ വെള്ളം ഒന്ന് തടവി കൊടുത്ത ശേഷം ഓപ്പോസിറ്റ് സൈഡ് വെച്ച് ഇതേപോലെ ഒട്ടിച്ചെടുത്താൽ മതി. ആദ്യം നമ്മൾ കോണ് ഒട്ടിച്ചെടുത്തണം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ. ഇപ്പോൾ നമുക്ക് നല്ല കോൺ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് കുറച്ച് മൈദാമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇവിടെ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. ഇനി നമുക്ക് കോണുകൾ ഓരോന്നായിട്ട് ഇതുപോലെ മൈദാ മാവിലേക്ക് ഇട്ട് കൊടുത്ത് ബ്രെഡ് ക്രംസിലേക്ക് കോട്ട് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഒരുപാട് സമയം നമ്മൾ മൈദാ മാവിൽ മുക്കി വെക്കണ്ട. പെട്ടെന്ന് തന്നെ മുക്കിയെടുത്ത ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും. നമ്മൾ സമൂസ ഷീറ്റൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഇവിടെ പൂരിയുടെ ആണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് പൊങ്ങിയും വരും. നല്ല ക്രിസ്പിയുമായിരിക്കും. അതുമാത്രമല്ല നമ്മളിങ്ങനെ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് നന്നായിട്ട് നല്ല ക്രിസ്പിയുമാണ്. ഒരു പ്രത്യേക ടേസ്റ്റുമാണ്.
ഇഫ്താർ ടൈമിൽ മാത്രമല്ല, അതുപോലെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ അവർക്കിത് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാകും. കാരണം ചീസൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. മാവ് പരത്തിയും ഒന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തില്ല. കണ്ടില്ലേ, നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്കിവിടെ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല കരുമുരാന്ന് ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ചീസി കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണേ. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇത് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.